നിങ്ങൾക്കറിയാം ഈ തൂഫാനുമായിട്ട് ബന്ധപ്പെട്ട് കുറേ പരിപാടികൾ പ്രോഗ്രാമുകളൊക്കെ നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ദിവസവും കാണുന്നതല്ലേ തൂഫാനുമായിട്ടുള്ള പരിപാടികളൊക്കെ അല്ലേ? അപ്പം ഈ ലഹരി എന്ന് പറയുന്നത് നമ്മുടെ യുവതലമുറയെ കാർന്നു തിന്നുന്ന ഒരു ക്യാൻസറായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വരുന്നേ ഉള്ളൂ. നിങ്ങൾ കുഞ്ഞുങ്ങളാണ്. ഈ ഒരു പ്രായത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഇതിൽ പെടാതെ, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട നിങ്ങൾ കുറച്ചുകൂടി വളർന്നു വരുമ്പോൾ ഇതിൽ പെടാതെ നല്ല രീതിയിൽ നമ്മുടെ സമൂഹത്തിനും അധ്യാപകർക്കും നമ്മുടെ രക്ഷിതാക്കൾക്കും ഒക്കെ മികച്ച മാതൃകയായിട്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മുടെ എക്സൈസിൻ്റെ ഉദ്യോഗസ്ഥൻ വന്നിട്ടുണ്ട്. അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കും. നിങ്ങൾക്കറിയാം നമ്മുടെ ഈ ആറന്മുള പരിധിയിൽ തന്നെ ഈ ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട കുറേ കേസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ലഹരി എന്ന് പറയുന്നത് നമ്മുടെ അനിൽ നമ്പ്യാർ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസത്തിലാണ്, നമ്മുടെ പഠിത്തത്തിലാവണം, അതുപോലെ എന്തെങ്കിലും സ്പോർട്സ് പോലുള്ള ആക്ടിവിറ്റീസിലാവണം. ഇതുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകണം. പഠിച്ച് മിടുക്കന്മാരായി നമ്മുടെ അധ്യാപകർക്കും നമ്മുടെ രക്ഷിതാക്കൾക്കും നമ്മുടെ ഒപ്പമുള്ള സുഹൃത്തുക്കൾക്കും ഒരേ മാതൃകയാണ് നിങ്ങൾ. ലഹരി എന്ന് പറയുമ്പോൾ നമ്മുടെ MDMA കഞ്ചാവോ പോലുള്ള കാര്യങ്ങൾ മാത്രമല്ല, മദ്യമായാലും അതുപോലെ സിഗരറ്റായാലും ഇതെല്ലാം നിങ്ങളുടെ നിങ്ങളുടെ അച്ഛനമ്മമാരോ അല്ലെങ്കിൽ വീട്ടിൽ മറ്റാരെങ്കിലും ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഇതിൻ്റെ ദൂഷ്യവശങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കും. അതിനുവേണ്ടിയുള്ള ക്ലാസ്സുകളും കാര്യങ്ങളും നിങ്ങൾക്ക് ഇപ്പം ഇദ്ദേഹം എടുക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? മോനെ, എന്തു പറ്റി? പറഞ്ഞോ. എൻ്റെ പേര് ധ്യാൻ വിനീത്. ഞാൻ 7th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. എൻ്റെ സംശയം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു കടയിൽ നിന്ന് മുട്ടായി വാങ്ങുമ്പോൾ അതിൽ ലഹരി ഉണ്ടോ എന്ന് എങ്ങനെ അറിയുന്നത്? കുഞ്ഞു മനസ്സിൽ ആ ചോദ്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. മോൻ പേടിക്കണ്ട, നമ്മളിവിടെ പോലീസുകാരും എക്സൈസുകാരൊക്കെ ഒരുപാട് പേരുണ്ട്. നമ്മൾ കൃത്യമായിട്ട് അത് വേണ്ട പരിശോധനകളും കാര്യങ്ങളും എല്ലാം നടത്തുന്നുണ്ട്. അത് ഞങ്ങളത് നോക്കിക്കോളാം. ധൈര്യമായിട്ട് നിനക്ക് ഇഷ്ടപ്പെട്ട മിഠായി മേടിച്ച് കഴിച്ചു, ഒരു കുഴപ്പമില്ല. നമസ്കാരം, നമസ്തേ. എൻ്റെ പേര് പ്രദീന. ഞാൻ 7th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. പണ്ട് കാലത്ത് മുതിർന്നവരെ അല്ലെങ്കിൽ അപരിചിതരായവരെ നമ്മൾ സഹായിക്കുമായിരുന്നു. ഇപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ അപരിചിതരെ സഹായിക്കാത്തത് എന്ന് പറയുന്നത്? നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ആൾക്കാരുണ്ട്. അതിൽ നല്ല ആൾക്കാരുണ്ടാവും, മോശപ്പെട്ടവരുണ്ടാവും. നമുക്ക് മനസ്സിലാക്കാനുള്ള പ്രായം അല്ലെങ്കിൽ പക്വത എത്തുമ്പോൾ കൃത്യമായിട്ട് അത് മനസ്സിലാകും. കുഞ്ഞുങ്ങളായ നിങ്ങളോട് മാതാപിതാക്കളോ അധ്യാപകരോ പറയും തൽക്കാലം അതിൽ നിന്ന് മാറി അപരിചിതരുമായിട്ട് അധികം ചങ്ങാത്തം വേണ്ട എന്ന് പറയുന്നതിൻ്റെ കാരണം നിങ്ങൾക്ക് അതും മനസ്സിലാക്കാനുള്ള പക്വതയും പ്രായവും എത്തിയിട്ടില്ലെന്ന് അവർക്കറിയാവുന്നതുകൊണ്ടാണ്. നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരണം. കുറച്ചുകൂടി അനുഭവങ്ങളാവുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാവും. അതുവരെ നമ്മുടെ രക്ഷിതാക്കളോ അല്ലെങ്കിൽ അധ്യാപകരോ പറയുന്നത് നിങ്ങളുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയാണ്. അത് തൽക്കാലത്തേക്ക് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. കുറച്ചുകൂടെ പ്രായമാകുമ്പോൾ കൂടുതൽ അനുഭവങ്ങൾ വരുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കും, മനസ്സിലാക്കും. താങ്ക് യു സർ. ഓക്കെ, ഞാൻ കൂടുതൽ കാര്യങ്ങളോട്ട് കിടക്കുന്നില്ല. ഇനിയിപ്പോൾ അടുത്ത ലഹരി വിരുദ്ധ പ്രതിജ്ഞയുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട അവയർനെസ് ക്ലാസ്സുകളുണ്ട്. അപ്പം ബാക്കി പ്രോഗ്രാമിലോട്ട് കിടക്കട്ടെ. എന്തായാലും നിലവിൽ ഈ ജനൻ TV-യുടെ ഈ ഒരു ആൻറ്റി ഡ്രഗ് ക്യാമ്പയിനുമായിട്ട് ബന്ധപ്പെട്ട പ്രോഗ്രാം ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. താങ്ക് യു.